പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും വലിയൊരു സമാധാനം ഉണ്ടാകട്ടെ, വലിയൊരു സന്തോഷം ഉണ്ടാകട്ടെ. മക്കളെ, നിയോഗ പ്രാർത്ഥനയിലായിരിക്കുന്ന മക്കളെ, നിങ്ങളെ ദൈവം ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. അനേകായിരങ്ങൾ ഈ നിയോഗ പ്രാർത്ഥനയിലേക്ക് കർത്താവെ കടന്നു വരട്ടെ. അനേകായിരങ്ങൾ കടന്നു വരട്ടെ. അനേകായിരങ്ങൾക്ക് വിടുതൽ കൊടുക്കണമേ കർത്താവെ. അനേകായിരങ്ങൾ ആനന്ദിക്കട്ടെ കർത്താവെ. സർവവും യേശുനാഥനാണല്ലോ കർത്താവെ. അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കട്ടെ, അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കട്ടെ. ഈ 11ാം നിയോഗ പ്രാർത്ഥനയുടെ ദിവസം നമുക്ക് സമർപ്പിക്കാം. ഇതിലൂടെ നിങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ കർത്താവെ. കഷ്ടപ്പെടുന്ന ഓരോ മക്കളും കർത്താവെ അവിടുന്ന് അനുഗ്രഹമായി മാറട്ടെ. മോനെ മോളെ, തിരുവചനത്തിലൂടെ നമുക്ക് വളരാം. ബൈബിൾ വായിക്കുക, അതിനകത്ത് നമുക്ക് വിടുതലുകൾ നൽകും. ബന്ധനങ്ങൾ എന്നുള്ള മോചനം കിട്ടും. ദൈവവചനം നമ്മൾ പ്രഘോഷിക്കുമ്പോൾ, ദൈവവചനം നമ്മൾ ഏറ്റുപറയുമ്പോൾ, ദൈവവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു ആനന്ദം നമുക്ക് കിട്ടും. ഈ 11ാം നിയോഗത്തിൽ നമുക്ക് ദൈവവചനം ധ്യാനിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താം. ജപമാലയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കഷ്ടപ്പെടുന്ന മക്കളുണ്ട്, വേദനിക്കുന്ന മക്കളുണ്ട്. കർത്താവെ ഈ നിയോഗ പ്രാർത്ഥനയിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണേ. കൂലിപ്പണിക്കാർ, ഓഫീസ് ജോലിക്കാർ, ബിസിനസ് നടത്തുന്നവർ, കർത്താവെ വീട് പണിയുന്നവർ, വീടില്ലാത്തവർ, വിവാഹം നടത്താൻ പൈസയില്ലാതെ വേദനിക്കുന്നവർ, അവരോടെല്ലാം കരുണയായിരിക്കണേ കർത്താവെ. അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കണമേ കർത്താവെ. രോഗാവസ്ഥയിൽ കഴിയുന്നവർ, ശരീരവേദനയാലായിരിക്കുന്നവർക്ക് എല്ലാവരെയും തൊട്ട് സുഖപ്പെടുത്തണേ കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണേ കർത്താവേ. വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ വിസയില്ലാതെ കഴിയുന്ന മക്കൾ, അവർക്കെല്ലാം വിസ കൊടുക്കണമേ കർത്താവേ. അവർക്ക് ജോലിയില്ലാതെങ്കിൽ ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ കർത്താവേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മക്കൾക്ക് ഒരു വിടുതൽ, ഒരു സമാധാനം നൽകണമേ കർത്താവേ. മക്കളില്ലാതെ വേദനിക്കുന്ന എല്ലാ ദമ്പതികൾക്കും അവർക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ, ആശീർവദിച്ച് അനുഗ്രഹിക്കണേ കർത്താവേ. ഞങ്ങളുടെ ഈ 2-ാം തീയതി വരാൻ പോകുന്ന 2-ാം തീയതിയിലത്തെ വൺഡേ ധ്യാനത്തിലേക്ക് തെക്കുന്ന് വടക്കുന്ന് പടിഞ്ഞാറുന്ന് കിഴക്കുന്ന അനേകം മക്കൾ വരട്ടെ. ധ്യാനത്തിലേക്ക് ആളുകൾ വിളിച്ചു കൊണ്ടുവരുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരിലൂടെ അനേകം മക്കൾ വരട്ടെ. ഞങ്ങളുടെ മാർച്ച് 13 താമസിച്ചുള്ള ധ്യാനത്തിലേക്ക് തെക്കുന്ന് വടക്കുന്ന് പടിഞ്ഞാറുന്ന് കിഴക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അനേകം മക്കൾ കടന്നു വരട്ടെ. വരുന്നവർ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. ഈ കഴിഞ്ഞ ധ്യാനത്തെ പോലെ കർത്താവ് അത്രമാത്രം അഭിഷേകം എല്ലാവർക്കും നൽകണമേ. ശുശ്രൂഷകർക്കെല്ലാം അഭിഷേകം നിറഞ്ഞ മക്കളായി ശുശ്രൂഷ ചെയ്യുവാനും, അതോടൊപ്പം തന്നെ ധ്യാനിച്ച മക്കൾക്ക് എന്തെന്നില്ലാത്ത ആനന്ദം സാക്ഷ്യങ്ങൾ പറയുന്നു. ആ കൃപ ഈ 13ാം തീയതിയിലത്തെ ധ്യാനത്തിനും അവിടുന്ന് നൽകണമേ കർത്താവെ. തിരുരക്ത അഭിഷേക ആന്തരിക സൗഖ്യ ധ്യാനത്തിന് അവിടുന്ന് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ടീമിലെ ഏറ്റവും ആളുകൾ കൂടുതൽ തിരുരക്താഭിഷേക ആന്തരിക സൗഖ്യ ധ്യാനമാണല്ലോ കർത്താവെ. തെക്കുന്ന് വടക്കുന്ന് പടിഞ്ഞാറുന്ന് കിഴക്കുന്നു അനേകം മക്കൾ വരട്ടെ. വിളിച്ചുകൊണ്ട് വരുന്ന എല്ലാവരും ആശീർവദിക്കപ്പെടട്ടെ. അവരെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവേ നന്ദി. ആഗോള കത്തോലിക്ക സഭയെ അനുഗ്രഹിക്കണമേ. എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും കർത്താവെ, ആത്മായ പ്രേക്ഷിതരെ ഞങ്ങൾ എല്ലാവരെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ കർത്താവെ. നിങ്ങളുടെ വികാരിച്ചന്മാർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും മക്കളെ. അനുഗ്രഹിക്കണമേ. എല്ലാ ധ്യാനകേന്ദ്രത്തിനും വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. ബഥേൽ മാതാവിൻ്റെ ധ്യാനകേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. മാതാവിൻ്റെ ഗ്രോട്ടോടെ വർക്ക് എത്രയും പെട്ടെന്ന് തീർന്ന് വിഞ്ചരിപ്പിൻ്റെ ആളിലേക്ക് എത്താൻ വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി. കൃപയാലനുദിനവും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ പരിശുദ്ധമേ ആമേൻ. നിത്യപിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.